ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തെ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചു മാറ്റിയേ തീരൂ എന്ന വർദ്ധിത വാശിയോടെ ഇറങ്ങിയിരിക്കുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. കലാപങ്ങളും കൊലപാതകങ്ങളും പൊട്ടിത്തെറികളുമായി കഴിഞ്ഞ കാലങ്ങളിൽ ലോക സമാധാനത്തിന്റെ അന്തക വിത്തുകളായ ഈ മത തീവ്രവാദികൾ നടത്തിയ അണ്ടർഗ്രൗണ്ട് കളികൾ ഇപ്പോൾ പരസ്യമായ ക്രൈസ്തവ വംശഹത്യ മുന്നറിയിപ്പുകളിലേക്കും പള്ളി ആക്രമണങ്ങളിലേക്കും കൊള്ളിവെപ്പുകളിലേക്കും കടന്നിരിക്കുകയാണ്. ഭീകരാക്രമണങ്ങളും തിന്മകളും അസാൻമാർഗികതകളും ജിഹാദീവൽക്കരണവും ശരീഅത്ത് ഭരണവും ഒക്കെ ലോകവ്യാപകമായി നടപ്പിലാക്കിയേ തീരുവെന്ന് കൊതിച്ച് വശം കെട്ടിറങ്ങിയ ഇവർക്ക് അതിനുള്ള ഏകവും ശക്തവുമായ തടസ്സം ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ സമൂഹം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ക്രൈസ്തവ സംഹിതകളും പള്ളികളും മറ്റും ആക്രമിച്ചുകൊണ്ട് ഇവർ ക്രൈസ്തവ ഉന്മൂലനത്തിന് കളമൊരുക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് തന്നെ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളും ആഫ്രിക്കയിലെ ഗോത്രവർഗ രാജ്യങ്ങളും ലക്ഷ്യമാക്കി പലായനം ചെയ്തെത്തിയ ഇസ്ലാമിക അഭയാർത്ഥികൾ ഇന്ന് ആ രാജ്യങ്ങളിൽ പലതിലും ഭൂരിപക്ഷമായി വർദ്ധിക്കുകയും ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തി ബലാത്കാരത്തിലൂടെ ആ രാജ്യങ്ങൾ പലതും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈജിപ്ത്, സിറിയ, പലസ്തീൻ, ലെബാനോൻ, നൈജീരിയ, തുർക്കി, സുഡാൻ അടക്കമുള്ള തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലോക ചരിത്രത്തിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും. യൂറോപ്പിലേക്ക് അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നത്. അവരിൽ ഭൂരിപക്ഷവും ഇസ്ലാമിക രാജ്യങ്ങളിലെ കലാപവും പട്ടിണിയും ദാരിദ്ര്യവും നിമിത്തം അഭയം തേടി ഓടി വന്നവരായിരുന്നു എന്ന വിശ്വാസമായിരുന്നു എല്ലാ ക്രൈസ്തവ രാഷ്ട്രങ്ങളും വെച്ചു പുലർത്തിയിരുന്നത്. അനാഥരെയും വിധവകളെയും പരദേശികളെയും കൈക്കൊള്ളണമെന്ന വേദപുസ്തക പ്രമാണമനുസരിച്ച് കുടിയേറ്റം കാക്ഷിച്ചു വന്നവരെ എല്ലാം യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുകയും തദ്ദേശീയർക്കുള്ള എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർക്കും നൽകി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അഭയാർത്ഥികളായി വന്നവർ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിച്ച് മെല്ലെ പൗരത്വം നേടിയെടുത്തപ്പോൾ അവരിൽ ചിലർ അതുവരെ അടക്കിപ്പിടിച്ച ആന്തരിക യാഥാർത്ഥ്യങ്ങളെയെല്ലാം പുറത്തെടുത്ത് ആ രാജ്യത്തിന്റെ സിവിൽ നിയമങ്ങൾക്ക് അപ്പുറത്ത് തങ്ങളുടെ മത നിയമങ്ങളെ പ്രതിഷ്ഠിക്കുവാനുള്ള ആവേശത്തോടെ കലാപങ്ങളും പൊട്ടിത്തെറികളും കൊലപാതകങ്ങളും നടത്തുകയും ആ രാജ്യം അതിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ അത് ഇരവാദമാണെന്നും ന്യൂനപക്ഷ ധ്വംസനമാണെന്നും വിളിച്ചു പറഞ്ഞ് സമാന ചിന്താഗതിക്കാരുടെ പിന്തുണ ഉറപ്പാക്കി നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ആഗോള വ്യാപകമായി ഉന്മൂലനം ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇസ്ലാമിക തീവ്രവാദികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലാണ്. 1498 വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാലം തൊട്ട് പോർച്ചുഗീസ് കോളനിയായി അറിയപ്പെടുന്ന മൊസാംബിക്കിൽ 2020 സർവേ അനുസരിച്ച് 55.8% ക്രിസ്ത്യാനികളാണ്. 17.5% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. എന്നിട്ടും ആഗോള ക്രൈസ്തവ ഉന്മൂലനത്തിനായി ഇസ്ലാമിക തീവ്രവാദികളുടെ ഏറ്റവും ഭീകരമായ കുറിപ്പുകളും പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മൊസാംബിക്കിൽ നിന്നാണ്. ലോകത്തിലെ എല്ലാ ക്രൈസ്തവരെയും ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മൊസാംബിക്കിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മൊസാംബിക്കിൽ ഒരു ബസ്സിന് നേരെ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം വിതരണം ചെയ്ത ലഘുലേഖകളിലാണ് ക്രൈസ്തവ സമൂഹത്തിന് ആകമാനമുള്ള വംശഹത്യാ മുന്നറിയിപ്പ് തീവ്രവാദികൾ നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഭാഷകളിൽ എഴുതിയിരിക്കുന്ന ഈ ലഘുലേഖയിൽ ലോകത്തിലെ ക്രൈസ്തവരോടെല്ലാം 3 കാര്യങ്ങൾക്കായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നും ആദ്യമായി ഒരു മുസ്ലിമായി ജീവിക്കുക, അതിന് കഴിയുന്നില്ലെങ്കിൽ ഖുറാനിൽ പറയുന്ന നിശ്ചിത തുക നികുതിയായി കൊടുത്ത് ജീവിക്കണം, അല്ലെങ്കിൽ ലോകാവസാനം വരെ ക്രൈസ്തവരോട് ഇവർ യുദ്ധം ചെയ്യുമെന്നും ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളോടും സന്ധി ചേർന്ന് തങ്ങളുടെ മതത്തെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കാമെന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 9, 11 തീയതികളിലും ബസ് ആക്രമിച്ചതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ മൊസാംബിക്കിൽ നടന്നിരുന്നു. ISMB എന്ന പേരിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുബന്ധ സംഘടനയുടെ ശക്തമായ ഭീഷണിയിലാണ് മൊസാംബിക്കിലെ ജനങ്ങൾ ഇപ്പോഴുള്ളത്. അവരിൽ ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും ഇസ്ലാമിലേക്ക് മതം മാറാനും മോഡറേറ്റ് മുസ്ലിം സമൂഹത്തോട് ശരീഅത്ത് കർശനമായി പിന്തുടരാനും ആവശ്യപ്പെട്ടിരിക്കുകയും ക്രൈസ്തവരോടും യഹൂദരോടും സഹകരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്.
2017 ഒക്ടോബറിൽ ആരംഭിച്ച തീവ്രവാദി ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്ത് ഇതുവരെ 3000-ഓളം പേരുടെ ജീവൻ നഷ്ടമാവുകയും 8 ലക്ഷത്തോളം പേർ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാബോ ഡെൽഗാഡോയ്ക്ക് പുറത്തുള്ള നഗരങ്ങളിൽ നടന്നുവരുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവിടുത്തെ മോഡറേറ്റ് ഇസ്ലാമിക സമൂഹം പോലും അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരാണെന്നതാണ് വാസ്തവം. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനുവരിയിൽ പൊമ്പ നഗരത്തിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ വെച്ച് മത തീവ്രവാദത്തിനെതിരെ സംയുക്തമായി പോരാടുവാൻ ക്രിസ്ത്യൻ മുസ്ലിം മത നേതാക്കൾ തീരുമാനമെടുത്തിരുന്നു. മൊസാംബിക് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രതിനിധിയായ ബിഷപ്പ് അന്റോണിയോ ജൂലിയാസെ സൺഡ്രാമോ, മൊസാംബിക് ഇസ്ലാമിക് കൗൺസിലിനെ പ്രതിനിധീകരിച്ച് ഷെയ്ഖ് ഇൻസെ അസ്വാട്ടെ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്ന് മൊസാംബിക്കിലെ സമാധാനത്തിനുമായുള്ള ധാരണകൾ ഒപ്പുവെച്ചത്. ശക്തമായ ഐക്യം ഉയർത്തിപ്പിടിക്കുമെന്നും മത തീവ്രവാദത്തെ തള്ളിക്കളയുമെന്നും സാഹോദര്യവും സമാധാനം എന്നിവ പുലർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നും അന്ന് സംയുക്ത പ്രഖ്യാപനത്തിൽ പറഞ്ഞെങ്കിലും ക്രൈസ്തവരെ മാത്രം ഉന്മൂലനം ചെയ്യുമെന്ന് മൊസാംബിക്കിലെ തീവ്രവാദികൾ പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് അങ്ങേയറ്റം സംശയകരമാണ്. അത്തരത്തിൽ ക്രൈസ്തവ ഉന്മൂലനത്തിനുള്ള ഹീനമായ നീക്കങ്ങളാണ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ ഫിലിപ്പൈൻസിലും ഇപ്പോൾ നടന്നുവരുന്നത്. തെക്കൻ ഫിലിപ്പീൻസിൽ മുസ്ലിം ജനസംഖ്യ കൂടിയതോടെ രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങളും പെരുകുകയാണെന്ന വാർത്ത റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഫിലിപ്പീൻസിൽ ജനസംഖ്യയിലെ 90% പേരും ക്രൈസ്തവരാണ്. അതിൽ തന്നെ 80.6% പേരും റോമൻ കത്തോലിക്ക വിശ്വാസികളാണ്. എന്നാൽ ഭരണപരമായി മതേതര രാജ്യമായി തുടരുന്ന ഫിലിപ്പീൻസിന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മുതലെടുത്ത് തെക്കൻ ഫിലിപ്പീൻസിൽ പെരുകിയ തീവ്ര ഇസ്ലാമിക സമൂഹമാണ് രാജ്യത്ത് ഇപ്പോൾ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരിതമാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് അനുഭവിക്കുന്നത് എന്നാണ് ആ രാജ്യത്തെ വലതുപക്ഷ പാർട്ടികൾ പറയുന്നത്. ഏതായാലും രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ പെരുകുകയും അതിനോടുള്ള രാജ്യത്തിന്റെ പ്രതികരണം എന്നവണ്ണം IS-ന്റെ പിന്തുണയോടെ അഴിഞ്ഞാടുന്ന സകല ഇസ്ലാമിക ഭീകരരെയും തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫിലിപ്പീൻസിലെ സൈന്യവും ശക്തമായ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് തീവ്രവാദികൾ ചെറുതും വലുതുമായ നിരവധി ഭീകരാക്രമണങ്ങളാണ് ഇവിടെ നടത്തിയത്. കഴിഞ്ഞ ഡിസംബർ 3-ന് തീവ്രവാദികൾ നടപ്പിലാക്കിയ ബോംബാക്രമണത്തിൽ തെക്കൻ ഫിലിപ്പീൻസിലെ മറാവി സ്റ്റേറ്റിൽ കത്തോലിക്ക സഭയുടെ കുർബാനയിൽ പങ്കെടുത്ത 4 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. Tapos biglang nagtakbuhan na yung iba. Ako, yung kasama. ഇപ്പോൾ നടക്കുന്ന തീവ്രവാദികളുടെ കലാപത്തിന് തൊട്ടു മുൻപ് നടന്നതായിരുന്നു ആ സ്ഫോടനം. ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ISIS പിന്തുണയുള്ള ദൗല ഇസ്ലാമിയ എന്ന ഗ്രൂപ്പായിരുന്നു. ഗ്രനേഡും നാടൻ ബോംബും ഉപയോഗിച്ചായിരുന്നു ഈ സ്ഫോടനം നടത്തിയതെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിലെന്നും ഫിലിപ്പൈൻസിലെ പോലീസും സൈന്യവും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഫിലിപ്പൈൻസിൽ തന്നെ പ്രവർത്തിക്കുന്ന ദൗല ഇസ്ലാമിയ എന്ന ഭീകര സംഘടനയുടെ നേതൃത്വത്തിലാണ് ഭീകരാക്രമണം നടന്നതെന്നും പറയപ്പെടുന്നു. ഫിലിപ്പീൻസിലെ 113 ദശലക്ഷം ജനങ്ങളും കത്തോലിക്ക വിശ്വാസികളാണെന്നും അവർക്കെതിരായിട്ടുള്ള ആക്രമണം വളരെ ഗൗരവമായി തന്നെയാണ് രാജ്യം കാണുന്നതെന്നും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഫിലിപ്പൈൻസിലെ സായുധ സൈനിക മേധാവിമാരിൽ ഒരാളായ ജനറൽ റോമിയോ ബ്രാവ്നർ ജൂനിയറും ഫിലിപ്പൈൻസ് ഡിഫൻസ് സെക്രട്ടറി ഗിൽബർട്ടോ തിയോഡോറോ ജൂനിയറും മാധ്യമങ്ങളെ കണ്ടത്. We have alerted also our units, all of our units in Mindanao, as well as our other units, just like with the Philippine National Police here in the Metro Manila area. So that is the update from the AFP side. We are continuously gathering intel operations so that we will be able to run after the perpetrators of this terroristic attack. Thank you very much. I also add that this morning we're in contact with the President and reporting to him both on the Hinatuan earthquake and the bombing in Marawi. The President has released a statement
based on our consultations, there are indicia of foreign element here which we are looking into. This being a crime scene, the physical investigation of the crime scene shall be left to the appropriate agency, the PNP, SOCO. ഇതിന്റെയെല്ലാം തുടർച്ചയെന്ന വണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളെ തുരത്താനാണ് സൈന്യം സജ്ജമായി ഇറങ്ങിയിരിക്കുന്നത്. തീവ്രവാദികളുമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിൽ 7 സൈനികരും 2 തീവ്രവാദികളും അടക്കം 9 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഫിലിപ്പൈൻസിലെ തെക്കൻ മേഖലയായ ലെനാവോ ഡെർനോട്ടെ പ്രവിശ്യയിലെ മുനായ് പട്ടണത്തിന് സമീപത്താണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ദൗല ഇസ്ലാമിയ എന്ന ഭീകരവാദി സംഘം പ്രവർത്തിക്കുന്നതെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പുകളെ എന്നേക്കുമായി പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും ഇതിനോടകം തന്നെ ദൗല ഇസ്ലാമിയയുടെ നേതാവടക്കം 18 പേരെ സൈന്യം വധിച്ചെന്നും സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. 2017 മറാവി സിറ്റിയിലെ ഒരു കത്തോലിക്ക ദേവാലയം തകർക്കുകയും അൾത്താരയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തുകൊണ്ട് പടർന്നു പിടിച്ച ക്രൈസ്തവ ദേവാലയ ആക്രമണങ്ങളാണ് ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് IS അനുകൂല സംഘടനകളും ഭീകരവാദവുമായി കളത്തിലിറങ്ങിയത്. ഫിലിപ്പീൻസിലെ ഇസ്ലാമിക തീവ്രവാദികൾ കുട്ടികളെ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാർത്തകൾ അൽ ജസീറ ടിവിയും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. IS ചാവേറുകളാകാൻ ഇവർ സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ കവചമാക്കി നിർത്തി തീവ്രവാദികൾ പല ആക്രമണങ്ങളും നടത്തുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ തീവ്രവാദികൾ ബോംബാക്രമണം നടത്തിയ മറാവി നഗരത്തിൽ മുമ്പ് നടന്നിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ 100-ലധികം പേരാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്കൂളുകൾ ആക്രമിച്ച് അവിടെ നിന്നും ബന്ദികളാക്കി കൊണ്ടുപോകുന്ന കുട്ടികളെ തോക്കുപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നതിന്റെ വീഡിയോകൾ ഫിലിപ്പീൻസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികളിൽ പലരും സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. തെക്കൻ ഫിലിപ്പീൻസിലെ കൊട്ടഗാറ്റോയിലേക്ക് അതിക്രമിച്ചു കയറിയ ഭീകരന്മാർ നിരവധി പേരെ ബന്ദികളാക്കിയിരുന്നു. ഒരിക്കലും നീതീകരിക്കാനാകാത്ത അതിക്രമങ്ങൾ നടത്തിയിട്ട് ഇസ്ലാമിക രാജ്യങ്ങളെയും വോട്ടിനു വേണ്ടി അവരെ പിന്തുണയ്ക്കുന്ന ചിലത് ഇടത് സംഘടനകളെയും അവർ പതിവ് പോലെ ന്യൂനപക്ഷ ഇതവാദവും കരച്ചിലുമായി രംഗത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ വന്നാലും തീവ്രവാദത്തിന് ഒരിക്കലും വഴങ്ങില്ലെന്നും ഈ ഭീകരന്മാരെ നിലംപരിശാക്കി കഴിഞ്ഞേ ആയുധം താഴെ വയ്ക്കുകയുള്ളൂ എന്നും ഫിലിപ്പൈൻസ് പട്ടാളം തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി 3 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സിറിയയിലെ ക്രൈസ്തവ വംശഹത്യക്ക് ശേഷം ഇപ്പോഴിതാ ബോക്കോ ഹറാം തീവ്രവാദികൾ ചോരക്കൊതിയോടെ അഴിഞ്ഞാടുന്ന നൈജീരിയയിൽ 5000-ലധികം ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വംശഹത്യയെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ ആണ്. 2009 ശേഷം മാത്രം 1,50,000 ക്രൈസ്തവരെയാണ് ബോക്കോ ഹറാം തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. ആ ഭീകരമായ മരണ വ്യാപാരം 15 വർഷങ്ങളായി ഇവർ തുടരുകയാണ്. നൈജീരിയയിൽ 10,000-കണക്കിന് ക്രൈസ്തവർ ഭവനരഹിതരാകുകയും 20,000-ത്തിനടുത്ത് ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും കത്തോലിക്ക സഭയുടെ കീഴിലുള്ള 2,500-ൽ-അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തകർക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് മതം മാറാൻ പറഞ്ഞ തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങാതെ 10 ലക്ഷത്തിലധികം ക്രൈസ്തവരാണ് നൈജീരിയ വിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടിയത്. നൈജീരിയയിലെ സർക്കാരിന്റെ പരോക്ഷ പിന്തുണയോടെ അഴിഞ്ഞാടുന്ന ബോക്കോ ഹറാം ഫുലാനി തീവ്രവാദികളുടെ അതിക്രമത്താൽ കഴിഞ്ഞ വർഷം മാത്രം 5000-ലധികം ക്രൈസ്തവ ഭവനങ്ങളും പള്ളികളുമാണ് തകർക്കപ്പെട്ടത്. ഒരു കാലത്ത് മുസ്ലിങ്ങളെക്കാൾ അധികം ക്രൈസ്തവർ ഉണ്ടായിരുന്ന നൈജീരിയയെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് തീവ്രവാദം കൊണ്ടും ജനപ്പെരുപ്പം കൊണ്ടും അവർ കീഴടക്കിയത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം റോം കീഴടക്കുമെന്ന് അലറി വിളിച്ചുകൊണ്ട് ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ സംഘടിപ്പിച്ച പലസ്തീനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ദൃശ്യങ്ങൾ പുറത്തായിരുന്നു. അലസ്ക മോസ്കിന്റെ മുമ്പിൽ നടന്ന റാലിയിൽ ഇസ്ലാമിസ്റ്റുകൾ ഉറക്കം വിളിച്ചു പറഞ്ഞത് യഹൂദന്മാരല്ല ക്രിസ്ത്യാനികളാണ് ഞങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളെന്നും അവരെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്നും ഖിലാഫത്തും അധികാരത്തിന്റെ ഏകീകരണവും കൊണ്ട് ഞങ്ങൾ റോമിനെ കീഴടക്കുമെന്നും അതിന്റെ നാശം തങ്ങൾ ഉറപ്പാക്കുമെന്നും അല്ലാഹു അക്ബർ വിളികളോടെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ പ്രഖ്യാപിച്ചത്. ഖിലാഫത്ത് സ്ഥാപിക്കാനും റോം കീഴടക്കാനും അലസ്കയെ സ്വതന്ത്രമാക്കാനും അവിശ്വാസികളുടെ ലോകത്തെ കീഴടക്കാനും
ജിഹാദ് നടത്താനും തങ്ങളുടെ പരമാധികാര വാഴ്ച കൊണ്ടുവരുവാനുമാണ് തീവ്ര ഇസ്ലാമിക നേതാക്കൾ ശ്രമിക്കുന്നത്. خلافة والتمكين بالخلافة والتمكين فتحك روما عنا يقين فتحك روما عنا يقين تكبير الله أكبر تكبير الله أكبر تكبير الله أكبر. ഇതാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ യഥാർത്ഥ ചിത്രം. റോം എന്നതിലൂടെ വത്തിക്കാനെയും ക്രൈസ്തവരെ ആകമാനവും ഇവർ ലക്ഷ്യം വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരമദയനീയ ഭാവം കാട്ടിക്കൊണ്ട് ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് ഓടി വന്ന അഭയാർത്ഥികളിൽ പലരും ഈ നിഗൂഢത മനസ്സിൽ ഒളിപ്പിച്ച് വന്നവർ തന്നെയായിരുന്നുവെന്ന് ഉറപ്പിച്ച് പറയേണ്ടതായി വരും. ഇസ്ലാമിക രാജ്യങ്ങളിലെ കലാപത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇരകളായി പലായനം ചെയ്ത് ഓടുന്ന ഒരു അഭയാർത്ഥിയെയും കൈക്കൊള്ളുവാനോ അവർക്ക് അഭയം നൽകുവാനോ ലോകത്തിലെ ഒരു സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളും തയ്യാറായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ അഭയാർത്ഥികളെ മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ തല്ലി ഓടിച്ചതും ബംഗ്ലാദേശ് എന്ന ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഇന്തോനേഷ്യ എന്ന ഇസ്ലാമിക രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവരാ മണ്ണിൽ കാലുകുത്താൻ പോലും അനുവദിക്കാതെ തല്ലി ഓടിച്ചതും പരസ്യമായ കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൗരത്വം നേടിയിട്ടുള്ള അഭയാർത്ഥികൾ കാട്ടിയിട്ടുള്ള കലാപകരമായ പ്രവർത്തനങ്ങളെ ചേർത്ത് പഠിച്ചാൽ അഭയാർത്ഥികളെ പോലും ചിലർ ആസൂത്രിതമായി സൃഷ്ടിക്കുന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്ര വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഡാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തമ്മിൽ തല്ലുകൾ നിമിത്തം യൂറോപ്പിലേക്ക് ഓടിയെടുക്കുന്ന അഭയാർത്ഥികളെല്ലാം അത്തരത്തിലുള്ളവരാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇംഗ്ലണ്ടിലെ സ്ഥിതിഗതികളും വ്യത്യസ്തമല്ല. കുടിയേറ്റക്കാരായി ഇംഗ്ലണ്ടിൽ വന്ന ജനസംഖ്യയിൽ കേവലം 6% മാത്രമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഒട്ടുമിക്ക നഗരങ്ങളിലും അവരുടെ മതരാഷ്ട്ര ആധിപത്യങ്ങൾ ഉറപ്പിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആംഗ്ലിക്കൻ, റോമൻ കത്തോലിക്ക തുടങ്ങിയ ക്രൈസ്തവ വിഭാഗങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവവചനത്തിലും സഭയുടെ ആഹ്വാനങ്ങളിലും ഊന്നി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ കൃത്യമായ ആസൂത്രണത്തിന്റെ പിൻബലത്തിൽ ദയനീയ ഭാവം കാട്ടി ഇംഗ്ലണ്ടിലേക്ക് ചിലർ കുടിയേറിയതോടെ ഇംഗ്ലണ്ടിലെ സ്വാഭാവികമായ സമാധാന അന്തരീക്ഷമൊക്കെ മാറിമറിഞ്ഞു. കലാപങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ പതിവായിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. രാജ്യത്തെ ജനാധിപത്യ നിയമങ്ങൾക്കും സിവിൽ നിയമങ്ങൾക്കും അപ്പുറത്ത് മതരാഷ്ട്ര നിയമങ്ങളും ശരീഅത്ത് നിയമങ്ങളും പിടിമുറുക്കുന്ന അങ്ങേയറ്റം ഭീകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അഭയാർത്ഥികളായി എത്തിയവർ ഫ്രാൻസിൽ കലാപം ഉണ്ടാക്കിയതും സ്കൂൾ ടീച്ചറെ കുത്തിക്കൊന്നതും ബെൽജിയം അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തിയതും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. അർമേനിയയിലെ ക്രൈസ്തവരെ തുർക്കികൾ ഹീനമായി ഉപദ്രവിച്ച് കൊന്നതിന്റെയും ഓടിച്ചതിന്റെയും ബാക്കി പത്രമായി ഇപ്പോൾ സ്വതന്ത്ര അർമേനിയൻ ക്രൈസ്തവ പ്രവിശ്യയായ നഗോർണോ കരാബാക്ക് മേഖലയിലെ ക്രൈസ്തവരെ അസർബൈജാൻ ഇസ്ലാമിസ്റ്റുകൾ ഉപദ്രവിച്ച് ഓടിച്ചിട്ട് അവരുടെ പള്ളികൾ ബലാത്കാരമായി പിടിച്ചെടുക്കുകയാണ്. ഇന്ത്യയിൽ കാശ്മീരിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും പുറത്താക്കി രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ പ്രത്യേക പദവികളൊക്കെ ആയിട്ട് മതസംസ്ഥാനം സ്ഥാപിക്കാനുള്ള നീക്കമാണ് BJP സർക്കാർ തകർത്ത് കളഞ്ഞത്. ആഗോളതലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരന്മാരിൽ പലരും കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണെന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. 5 വർഷം കേരള പോലീസിന്റെ തലപ്പത്തിരുന്ന ലോക്നാഥ് ബെഹ്റയും കേരളത്തിൽ തീവ്രവാദം അപകടകരമായ വിധത്തിൽ വളരുന്നുവെന്ന് DGP ആയിരുന്ന TP സെൻകുമാറും കേരളം ഭരിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമൊക്കെ പറഞ്ഞ വാക്കുകൾ ഈ കാര്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന 80 കാലഘട്ടത്തിൽ മലപ്പുറത്ത് ഓലമേഞ്ഞ തിയേറ്ററുകൾ കത്തിച്ചുകൊണ്ടാണ് സിമി തീവ്രവാദം ഉടലെടുത്തത്. സിമിയെ നിരോധിച്ചെങ്കിലും അതിന്റെ നിരോധനം നീക്കുന്നതും കാത്ത് അതിന്റെ നേതാക്കളിൽ പലരും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ വിലസുന്നുണ്ട്. 2006 മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ VS അച്യുതാനന്ദൻ സംസ്ഥാനത്തെ തീവ്രവാദി സാന്നിധ്യത്തെക്കുറിച്ചും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അധികമൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇവിടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി ഹമാസ് അടക്കമുള്ള തീവ്രവാദി സമൂഹത്തെ പിന്തുണച്ച് റാലികളും സമ്മേളനങ്ങളും നടത്താൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മത്സരിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ കൊണ്ട് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുദ്രാവാക്യം മുഴക്കിയതും ആ ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇടതരും വലതരും ചേർന്ന് അതിനെതിരെ ഒരുപോലെ കരഞ്ഞതും കേരളത്തിൽ തന്നെയായിരുന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഹമാസ് നേതാവിന് വേദി ഒരുക്കിയത്
കേരളത്തിലായിരുന്നു എന്നുള്ളതും. ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചതിന് കേന്ദ്രമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും കേരളത്തിൽ തന്നെയായിരുന്നു. ഇറ്റലിയും ജർമ്മനിയും തീവ്രവാദികളുടെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞ് ഇത്തരക്കാരുടെ കടന്നുകയറ്റത്തിന് തടയിട്ടതും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് പ്രഖ്യാപിച്ചതും യൂറോപ്യൻ യൂണിയൻ അതിനെ ശക്തമായി പിന്തുണച്ചതും ലോകം കീഴടക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഞങ്ങൾ വയനാട്ടിലെ വന്യമൃഗ വാഴ്ചയെക്കുറിച്ചുള്ള സ്റ്റോറി അവതരിപ്പിക്കുമ്പോൾ തന്നെ വീണ്ടും കാട്ടാന ഇറങ്ങി ഫോറസ്റ്റ് വാച്ചർ പോളിനെ ചവിട്ടിക്കൊന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 650-ലധികം പേരെയാണ് വന്യജീവികൾ ആക്രമിച്ചു കൊന്നത്. അവർക്കെല്ലാം ആദരമർപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദീപിക പത്രം ഫ്രണ്ട് പേജിൽ തന്നെ അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കടുത്ത നിഷ്ക്രിയത പുലർത്തുന്ന സർക്കാരിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചത്. ഈ സത്യങ്ങൾ നിലനിൽക്കുമ്പോഴും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നത് അങ്ങേയറ്റം ദയനീയമായി പോയെന്ന് പറയാതെ തരമില്ല. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലേക്ക് ഓടിയെത്തിയത് ഏവർക്കും ആശ്വാസമായിരുന്നു. ന്യായ് യാത്രയ്ക്കിടയ്ക്ക് പരിപാടി മാറ്റിവെച്ച് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയും സ്ഥലത്ത് എത്തി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെയും മറ്റും വീടുകൾ സന്ദർശിച്ച് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചത് വന്യജീവി ആക്രമണത്തിന് ഇരയായ വീടുകൾക്കും ആ നാടിനും ശരിക്കും ഒരു ആശ്വാസം തന്നെയായിരുന്നു. രാഹുലിന്റെ സന്ദർശനത്തെ ഇലക്ഷൻ സ്റ്റണ്ട് രാഷ്ട്രീയമായി കണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ ചിലർക്കൊക്കെ ഉത്സാഹം തോന്നി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിന്റെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്തില്ല. മന്ത്രിമാരായ MP രാജേഷും K രാജനും AK ശശീന്ദ്രനും പ്രജീഷിന്റെയും പോളിന്റെയും ശരത്തിന്റെയും അജിയുടെയും വീട്ടിലെത്തി. മനുഷ്യജീവന് തെല്ലും വിലയില്ലേ എന്നുള്ള കൊല്ലപ്പെട്ട അജിയുടെ വീട്ടുകാരുടെ ചോദ്യത്തിന് മുൻപിൽ മന്ത്രിമാർ മറുപടിയില്ലാതെ നിൽക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവും വയനാട്ടിലെത്തി. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും എന്നാൽ അത് ഉപയോഗിക്കുന്നില്ലെന്നും അതിനാലാണ് തനിക്ക് ഇവിടെ വരേണ്ടി വന്നതെന്ന് പറയുകയും സംഭവിച്ചു പോയതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വിളിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നും പറഞ്ഞു. വന്യമൃഗശല്യം കുറയ്ക്കാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ എത്തിയതെന്നും കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വന്യമൃഗ ആക്രമണം പ്രതിരോധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാണുവാൻ അവസരം ലഭിച്ച പൊരുന്നേട പിതാവ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. വളരെ സൗഹൃദപരമായി ഞങ്ങളോട് സംസാരിച്ചു. കാര്യമെന്ന് അദ്ദേഹത്തിന് തീർത്തും സമയമില്ലെങ്കിൽ പോലും സമയമെടുത്ത് തന്നെ ഞങ്ങളോട് സംസാരിച്ചു, വിശദമായിട്ട് ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് നമ്മൾ എഴുതിക്കൊണ്ടുവന്ന നിവേദനങ്ങൾ കൊടുത്തു. പിന്നെ അതിലുപരിയായിട്ട് ദീപിക പത്രം ഇന്ന് വളരെ മനോഹരമായിട്ട് ഈ മരണമടഞ്ഞവരുടെ, കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പത്രം കൊടുത്തു. ഇത് ഈ കഴിഞ്ഞ 3 കൊല്ലത്തെ 3 കൊല്ലം കൊണ്ട് മൃഗങ്ങൾ പിടിച്ച് കൊന്നവരാണ്. വളരെ സന്തോഷപൂർവ്വം അത് അദ്ദേഹം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് പല കാര്യങ്ങൾക്കും പ്രപ്പോസൽ ശരിയായ രീതിയിൽ ചെല്ലുന്നില്ല. അത് ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അതൊക്കെ പരിഗണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നത് ചെയ്യാവുന്നുള്ളതല്ല. അതിൻ്റെ വിശദമായിട്ട് പഠിച്ച് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ ആ കാര്യങ്ങൾ വേണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എഴുതി അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറുകളും ഇമെയിൽ അഡ്രസ്സുകളും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല. അതുകൊണ്ട് നമ്മളിവിടെ സാധാരണ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇപ്പം തന്നെ ഈ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട്, നിയമത്തിലുണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രം മതി. CCFന് അധികാരമുണ്ട്, അത് ഉപയോഗിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അങ്ങോട്ട് ചോദിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മറുപടി, പാർലമെൻറ്റിൽ പറഞ്ഞ മറുപടി അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ്, ഇത് കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ അധികാരമുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ
കൊന്നു തീർക്കാനുള്ള നിയമമുണ്ടെന്ന അവബോധത്തിലേക്ക് വയനാട്ടിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നത് എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ്. കേരളത്തിലെ ജനവിരുദ്ധ സർക്കാർ ഇക്കണ്ട കാലം മുഴുവനും ഈ നിയമവും അതിന്റെ സാധ്യതകളും മറച്ചുവെച്ച് നൂറുകണക്കിന് ആളുകളെ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കി കൊല്ലാൻ കൂട്ടുനിന്നത് ആർക്കു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനെല്ലാം ഉത്തരം സമൂഹത്തിന് കിട്ടേണ്ടിയിരിക്കുന്നു. ന്യൂസ് സ്കാനുമായി ഇനി അടുത്തയാഴ്ച.